വായിച്ചൊരു കോട്ടാണ് സെർച്ചിങ് ഫോർ എ ബ്ലാക്ക് കാറ്റ് ഇൻ എ ബ്ലാക്ക് റൂം വിച്ച് ഈസ് നോട്ട്. അവിടെ പറയുന്നത് സെർച്ചിങ് ഫോർ എ ബ്ലാക്ക് കാറ്റ് ഇൻ എ ബ്ലാക്ക് റൂം വിച്ച് ഈസ് നോട്ട് ദെയർ. അതായത് ഒരു ഇൻവിസിബിൾ എനിമീനെ മിന്നൽ കണ്ടുകൊണ്ട് ഫൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു എനിമി ഇല്ല അവിടെ. ആരൊക്കെയോ പറഞ്ഞു നിന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരു വരുന്നുണ്ട്, ശത്രു വരുന്നുണ്ട്, ആ ശത്രുവിനെ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ നിന്റെ ജീവൻ പോകണം. ഈ ഒരു ആട്ടിലാണ് ഇന്നത്തെ ദളിത് ആക്ടിവിസ്റ്റ് എന്നുള്ളത്. അവർ 24 മണിക്കൂറും എന്നെ ആരാണ് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്, എന്നോട് വിവേചനം കാണിക്കുന്ന ആരാണ്, എന്നെ നശിപ്പിക്കാൻ വരുന്ന ആരാണ് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു കോളേജിൽ പോകുന്നു. ആ കോളേജിൽ ചെന്നാൽ ഒരു 10 പിള്ളേരെ സംസാരിക്കുക. ഈ ദളിത് കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം, ഇപ്പം അതിൻ്റെ അകത്തിരിക്കുന്ന ദളിത് പിള്ളേർക്ക് അവിടുത്തെ ക്ലാസ് ടീച്ചറുമായിട്ട് പ്രശ്നം ഉണ്ടാവും, ഡിഗ്നോ സ്റ്റഡീസുമായിട്ട് പ്രശ്നമാണ്, പ്രിൻസിപ്പലുമായിട്ട് പ്രശ്നമാണ്, ചുറ്റിലിരിക്കുന്ന സഹപാഠികളുമായിട്ട് പ്രശ്നമാണ്. ഇവർക്കെല്ലാം മൊത്തം പ്രശ്നമാണ്. എവിടെ ചെന്നാലും പ്രശ്നം, സ്കൂളിൽ ചെന്ന പ്രശ്നം, സൊസൈറ്റിയിൽ പ്രശ്നം, രാഷ്ട്രീയത്തിൽ പ്രശ്നം. ഇവർക്ക് പ്രശ്നമില്ലാത്ത ഒരു സ്ഥലമില്ല. ഇവർ പറയുന്നത് ഇവരെല്ലാവരും വിവേചനം കാണിക്കുകയെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ദ ജൂയിഷ് കമ്മ്യൂണിറ്റി. ദ ജൂയിഷ് കമ്മ്യൂണിറ്റി അവർ BC തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവർ പെർസിക്യൂട്ട് ചെയ്യപ്പെട്ട ഒരു ജനവിഭാഗമാണ്. അവർ ലോകത്തിലെ നാനാ ഭാഗങ്ങളിലേക്ക് ചെതറപ്പെട്ടു. ഇന്ത്യയിൽ മാത്രമാണ് അവർക്ക് അറ്റാക്ക് അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്തിരുന്നത്. ബാക്കി എല്ലായിടത്തും ആൻറ്റി സെമിറ്റിസം. ഇപ്പോൾ അമേരിക്കയിലും ലണ്ടനിലും പോലും ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ മാത്രമാണ് അവർ നന്നായിട്ട് ജീവിച്ചത്. 1948 അവർ ഒരുമിച്ച് വന്ന് ഒരു രാജ്യം സൃഷ്ടിച്ചു. ആ 48 തൊട്ട് ഇന്ന് വരെ അവരെവിടെ എത്തി നോക്കുക. അവർ ഒരിക്കൽ പോലും ഒരു വിക്ടിംഹുഡ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. ഞങ്ങളെ ചൂഷണം ചെയ്തു, ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കൊടിയും പിടിച്ചുകൊണ്ട് തെരുവിൽ കൂടെ നടന്നിട്ടില്ല. അവരെന്താ ചെയ്തത്? അവർ സ്കൂളിൽ പോയി പഠിച്ചു, എക്കോണമി ഡെവലപ്പ് ചെയ്തു, സയൻസ് ഡെവലപ്പ് ചെയ്തു, ഡിഫൻസ് ഡെവലപ്പ് ചെയ്തു. ഇപ്പം നൊബേൽ പ്രൈസ് വിന്നേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ജ്യൂസാണ്. അന്ന് ലോകത്തിലെ ഡിഫൻസിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ജ്യൂസാണ്. അപ്പോൾ അവർ ഒരിക്കൽ പോലും കൂടെ ഒരു എനിമിയെ ഫൈറ്റ് ചെയ്യുകയല്ലായിരുന്നു ചെയ്തത്. അവർ ഡെവലപ്പ് ചെയ്യുകയായിരുന്നു. അവർ സ്കൂളിൽ പോയി പഠിച്ച് ഡെവലപ്പ് ചെയ്യുകയായിരുന്നു. നമ്മളല്ലെങ്കിൽ ബ്ലാക്ക് കമ്മ്യൂണിറ്റി ഇൻ അമേരിക്ക, എന്തുകൊണ്ടാണ് ബ്ലാക്ക് കമ്മ്യൂണിറ്റി ഇൻ അമേരിക്കയും അവരുടെ തന്നെ ആളുകളായിട്ടുള്ള ആഫ്രിക്കയിലുള്ള ജനങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോഴത്തേക്കും ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റി ഇൻ അമേരിക്ക ആഫ്രിക്കനെ കഴിഞ്ഞും അവർ താഴ്ന്നു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഈ നീഗ്രോസ് ഇൻ അമേരിക്ക അവർ ഓൾവേസ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് സംബഡി. അതായത് അങ്ങനെ ഒരു ശത്രുവില്ല, ഒരു ശത്രു ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വിശ്വസിച്ച് ആ ശത്രുവിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പം നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെയുള്ള ദളിത് കമ്മ്യൂണിറ്റികൾ ചെയ്യേണ്ടത് ഒരു കാര്യം എന്ന് വെച്ചാൽ, സ്കൂളിൽ പോവുകയാണെങ്കിൽ പഠിക്കുക, കോളേജിൽ പോയി പഠിക്കുക. അതായത് കോളേജിൽ പോയിട്ട് അവിടെ പ്രശ്നമുണ്ട് ഇവിടെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫൈറ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്.